വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറഞ്ഞു നിന്നിരുന്നില്ലെങ്കിൽ നമ്മൾ അന്ധകാര ശക്തികളുടെ അടിമത്തത്തിലായി പോവുകയും ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വഴിമാറിപ്പോവുകയും ചെയ്യും. അതേസമയം പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒരു തിന്മയുടെ ശക്തിക്കും സ്പർശിക്കുവാനോ തൊടുവാനോ ഉപദ്രവിക്കുവാനോ സാധിക്കുകയില്ല എന്ന് നമ്മൾ പഠിക്കാൻ പോകണം. 1 യോഹന്നാൻ 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വചനം. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിൽ ആണെന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലും ആണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. കുഞ്ഞുമക്കളെ, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്ന് ഇരിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ ആഴങ്ങൾ ഇതാണ്. അതായത് ആദ്യം തന്നെ പറയുകയാണ്, അതായത് ദുഷ്ടൻ അവനെ തൊടുകയില്ല, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവപുത്രനായ ഈശോ മിശിഹാ ദൈവത്തിൽ ജനിച്ചവനെ സംരക്ഷിക്കുന്നു എന്ന് വചനം പറയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിൽ ആണെന്നും നാം അറിയുന്നു. ഒരു അനുഭവം ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ അടുത്തൊന്നൊരു ഫാമിലി പ്രോബ്ലമാണ്. ശരിക്കും ഒരു കേരളത്തിലെ വലിയൊരു കുടുംബം. ആ കുടുംബത്തിലെ മകൻ്റെ കല്യാണം കഴിഞ്ഞു. ഏതാണ്ട് 4-5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അവർക്കൊരു കുഞ്ഞുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ മകനും മകൻ്റെ ഭാര്യയും തമ്മിൽ വലിയ പ്രശ്നത്തിലായി. ഭാര്യയ്ക്ക് വേറൊരു ബന്ധമുണ്ട്. അതിൽ ചില പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് വന്നു. അങ്ങനെ പ്രശ്നം രൂക്ഷമായി. അവൾ പറഞ്ഞു, എനിക്ക് ഇവനെ വേണ്ട. എന്നിട്ട് ഈ കൊച്ചിനെ ഇവന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. നീ കൊണ്ടുപോക്കും, എനിക്ക് വേണ്ട, ഞാൻ ആ മറ്റവൻ്റെ കൂടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് പോയി. ശരിക്കും ഇവനും ഇവൻ്റെ അപ്പനും ആ കുടുംബവും പാവങ്ങളാണ്. അവർ ദൈവത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നൊരു കുടുംബമാണ്, ദൈവഭയമുള്ള കുടുംബമാണ്. പക്ഷേ ഇതോടെ ഇവിടെ വീട്ടിലെല്ലാം വലിയ വിഷമായി, വലിയ ബുദ്ധിമുട്ടായി. ഒത്തിരി പേര് ഇവളെ തിരിച്ചു കൊണ്ടുവരാനും ഈ ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പഴയ നല്ല കുടുംബജീവിതത്തെ കൊണ്ടുവരാൻ വേണ്ടി ഇവളുടെ അടുത്ത് പല ആളുകൾ പോവുകയും സംസാരിക്കുകയും കൗൺസിലിങ്ങുകളും ഒക്കെ നടത്തിയിട്ടൊന്നും യാതൊരു വ്യത്യാസം ഇവളിലില്ല. മാത്രമല്ല, ഇവൾ തീരുമാനം അങ്ങ് ഉറപ്പിച്ച് പിടിച്ചു, എനിക്ക് ഇവൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കിഷ്ടമില്ല, എനിക്ക് കുഞ്ഞിനെ കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലാലും കുഴപ്പമില്ല. അപ്പോൾ ഇതറിഞ്ഞ് ഒരു അച്ഛന് ഈ കുടുംബത്തെ ഈ പറയുന്ന ഇവൻ്റെ ഈ മകനെയും മകൻ്റെ കൊച്ചിനെയും അപ്പനെയും എല്ലാം കൂടെ എൻ്റെ അടുത്ത് അച്ഛൻ കൊണ്ടുവന്നു, പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്നോടൊന്ന് അച്ഛൻ തന്നെ പറഞ്ഞു, ഡൊമിനിക്കച്ച, ഇത് എന്തൊരു തിന്മയുടെ ശക്തിയാണ് അവളിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതിങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു നല്ല രീതിയിൽ വന്ന് എന്താ സംഭവിച്ചറിഞ്ഞൂടാ. അവളുടെ വീട്ടുകാർക്കും അവളുടെ ആ തീരുമാനത്തോട് വളരെ വേദനയുണ്ട്. അവരാരും അവളുടെ ആ തീരുമാനത്തോട് യോജിക്കുന്നുമില്ല. പക്ഷെ ഒരു രക്ഷയില്ല, ഇവളങ്ങ് വളരെ അഡമൻ്റായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അത് തെറ്റായൊരു ബന്ധത. അവൾ പ്രേമിക്കുന്ന ആളാണ്, സ്വദേശത്തില്ല, വിദേശത്തൊരിടത്തും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഇവളങ്ങ് മാറിയിരിക്കുക. പക്ഷേ ഇവനുണ്ട്, ഇവളുടെ ഭർത്താവിന് എന്ത് ക്ഷമിക്കാനും സഹിക്കാനും അവൻ തയ്യാറാണ്. അവൾ തിരിച്ചു വന്നാൽ അവളെ പൊന്നുപോലെ നോക്കാനും തയ്യാറാണ്. പക്ഷെ ഒരു ഭാഗത്തേക്കില്ല. അപ്പോൾ ഇവരെല്ലാം എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ മകൻ്റെ തലയിൽ കൈവച്ച് പറിച്ചു. അവൾ വന്നിട്ടില്ല, അവളുടെ വീട്ടുകാരും വന്നിട്ടില്ല. ഇവനും ഇവൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ കൊച്ചൊക്കെ ആയിട്ട്. അപ്പോൾ ഇവളുടെ ഈശോ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ തലയിൽ കൈവച്ച് ഞാൻ സർവശക്തനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഇവളുടെ കുടുംബത്തിൽ ഇവൻ്റെ ഭാര്യ എവിടെയാണോ അവളിലുള്ള തിന്മയുടെ അരൂപികൾ, വെറുപ്പിൻ്റെ, പകയുടെ, വ്യഭിചാരത്തിൻ്റെ, മ്ലാച്ഛതയുടെ, അഹങ്കാരത്തിൻ്റെ, ഞാനെന്ന ഭാവത്തിൻ്റെ, തെറ്റായ ബോധ്യങ്ങളുടെ തിന്മയുടെ അരുവിയെ യേശുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കുറേ നേരം ഞാൻ പ്രാർത്ഥിച്ചു.
അപ്പോൾ യേശു അങ്ങനെ തിരുരക്തം ഇപ്പോൾ തന്നെ ആ മകളുടെ മേൽ തളിക്കണമേ എന്ന് ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചു. കുറേ നേരം പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂറോളം തന്നെ ഒരു വലിയൊരു തകർന്നു തരിപ്പണമായി വളരെ നിരാശയിലോട്ട് പോയിക്കൊണ്ടൊരു കുടുംബമായിരുന്നു. കുറേ നേരം സംസാരിച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടിട്ട് ദൈവത്തിൻ്റെ മഹാത്ഭുതം കാണുന്നത്, ഇവന് ഇവിടുന്ന് ധ്യാന സെൻറ്ററിൽ നിന്ന് തിരിച്ചവൻ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, 9 ദിവസം മുടങ്ങാതെ 3 കരുണയുടെ ജപമാല നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം. കരുണയ്ക്കൊന്ന് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. ഈശോ എനിക്ക് വ്യക്തമായി, അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു സംഭവം കാണാം. ഇവൾ എനിക്ക് ഇവിടെ ദൂരെയുള്ള ഇവളുടെ ഒരു ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തലിലൂടെ എനിക്ക് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവളിൽ നിന്നൊരു ഇരുണ്ട ഒരു ശക്തി ഇവളെ വിട്ടുപോകുന്നതായിട്ട് വ്യക്തമായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 9 ദിവസം പ്രാർത്ഥിച്ചു, അതിനുള്ളിൽ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടുന്ന് പോയി 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം ആകുന്ന ആ ദിവസം 7ാം ദിവസം വൈകുന്നേരമായപ്പോൾ അവളുടെ ഒരു ഫോണ് ഇവന് വരികയാണ്. അതൊരു കരഞ്ഞുകൊണ്ട് വിളിക്കുക, ഇവളങ്ങ് കരയുക, നോൺ സ്റ്റോപ്പായിട്ട് ഇവൾ കരയുക. അപ്പം എന്താ പറയുന്നു അറിഞ്ഞുകൂടാ, വാവിട്ട് കരയുക. എന്നിട്ട് അപ്പോൾ നാളെ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് ഇവനോട് പറഞ്ഞു. അപ്പോൾ ഇവർക്കെല്ലാം പേടിയാണ്. കാരണം വെച്ചാൽ ഈ വിവാഹബന്ധം വേർപെട്ടിട്ട് തന്നെ കൊണ്ട് ഒരു 8 മാസം 10 മാസത്തോളമായി. അപ്പോൾ അതുകൊണ്ട് ഇവർ ചതിയാണെന്ന് പേടിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഒരു കുടുംബക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ഇവളുടെ വീട്ടിൽ ചെന്നപ്പോൾ ശരിക്കും കരയുക. അവൾ പറയുക, കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു വിറയൽ വന്നു, ഞാൻ നിലത്ത് വീണു, ഞാൻ അസ്വസ്ഥനായി. അപ്പം അതിനുശേഷം ഞാനിങ്ങനെ കുറച്ച് പച്ചവെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഞാൻ മോഹമൊക്കെ തുടച്ചു. എന്നിട്ട് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാൻ രൂപത്തിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരു എണ്ണ എടുത്തിട്ട് തലയിൽ കുരിശ് വരച്ച്, അപ്പോൾ ഞാൻ ശരി ആനാമ്പെള്ളം എടുത്തിട്ട് ഞാനിങ്ങനെ കുടിച്ചു. അപ്പോൾ എനിക്കൊരു മാറ്റം വന്നു. അപ്പം മുതലേക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കരച്ചിൽ. അത് ഏത് സമയത്താണെന്ന് ചോദിച്ചപ്പോൾ ശരിക്കും എൻ്റെ മുറി വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച സമയത്താണ് ഈ സംഭവം, അങ്ങ് ദൂരെ ഈ സംഭവം നടക്കുന്നത്. ശരിക്കും ഒരു പൈശാചിക ബന്ധനമായിരുന്നു ആ സമയത്ത് ആ മകളെ വിട്ടുപോയത്. അവൾ പിന്നെ വാവിട്ട് കരഞ്ഞു, തിരിച്ചു വന്നു, മാനസാന്തരപ്പെട്ടു, ഒറ്റ ഹൃദയമായിട്ട് ഇപ്പോൾ അവർ ജീവിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെ തിന്മയുടെ ശക്തി തൊടില്ല. അപ്പം ഇവളുടെ ചരിത്രം ഇവർ പറയുന്നുണ്ട്, ഇവൾ വീട്ടിൽ കല്യാണം കഴിച്ച് വന്ന ശേഷം ഇവർക്ക് പ്രാർത്ഥനയോടും താല്പര്യമൊന്നുമില്ല. ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരു പരിഹാസം. ഇവർക്ക് ടെലിവിഷൻ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഫിലിമുകൾ, സീരിയലുകൾ അതുകൊണ്ട് ഭയങ്കര അഡിക്റ്റഡാണ്. വസ്ത്രത്തോട് ഭയങ്കരമായൊരു താല്പര്യം, അത് പ്രത്യേക കളർഫുള്ളായ ഡ്രസ്സുകളും അങ്ങനെയുള്ള പ്രത്യേക ശൈലിയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ദേഷ്യപ്പെടും. അത് കല്യാണം കഴിച്ച് വന്ന നാളുകൾ തൊട്ട് ഇവളുടെ നേച്ചർ ഇതാണ്. ബൈബിൾ വായന താല്പര്യം. സന്ധ്യാപ്രാർത്ഥന സമയത്ത് പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഇവളിരുന്ന് ഉറങ്ങാൻ തുടങ്ങും. ഇവളോടൊന്നും പറഞ്ഞാൽ ഇവളൊന്നും കേൾക്കത്തില്ല, അനുസരിക്കും. ഉടനെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കും. അപ്പോൾ ഇവരോർത്തു വലിയ പ്രായമില്ലാത്തപ്പോഴാണ് കല്യാണം നടന്നത്, അതുകൊണ്ടായിരിക്കും ജീവിതത്തിൻ്റെ ചെറുപ്പം. പക്ഷേ ഇപ്പോഴവർക്ക് മനസ്സിലായി ഒരു തിന്മയുടെ ശക്തി കയറി ഈ കുഞ്ഞിനെ കയറി ആക്രമിച്ചതാണെന്ന് പിന്നീട് മനസ്സിലായത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തിന്മയുടെ അരൂപി ചില വ്യക്തികളെ ആഞ്ഞടിക്കാറുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ ഇത് ആഞ്ഞടിക്കാറുണ്ട്. ഈ ആഞ്ഞടിച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയില്ല. ഒരിക്കലും ഈ തിന്മയുടെ അരൂപി നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയാൻ, ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ബുദ്ധിയിലൊരു മാർഗം ഇല്ല എന്നുള്ളതാണ് സത്യം. അത് കൃപയുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ദൈവത്തോട് ചേർന്ന് നിന്ന് മാത്രമേ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് അറിയാനായിട്ടോ മനസ്സിലാക്കാനോ പറ്റുള്ളൂ. ഇതൊരുപാട് കുഞ്ഞു യുവാക്കൾ, യുവതികൾ, അതുപോലെ ചെറുപ്പക്കാരെ കുടുംബജീവിതങ്ങൾ ഇത് ഇഷ്ടം പോലെ കയറി അറ്റാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ പുറത്താക്കണമെങ്കിൽ മനുഷ്യകാര്യം കൊണ്ട് ഒരിക്കലും പറ്റില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതായത് മത്തായിയുടെ സുവിശേഷം 12, 28, 29 വചനമുണ്ട്. ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു. അഥവാ ശക്തനായൊരുവൻ്റെ ഭവനത്തിൽ കയറി കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ പറ്റുമോ? അപ്പോൾ ഒരുവനെ ബന്ധിക്കണം, പറയാം, കെട്ടിയിടണം. അവനെ ബന്ധിച്ചില്ലെങ്കിൽ അവൻ ആ വ്യക്തിയെ നശിപ്പിച്ചു കളയും. അപ്പോൾ ഒരു തിന്മയുടെ ഒരു ഡോമിനേറ്റിംഗ് സ്പിരിറ്റ്, കൺട്രോളിങ് സ്പിരിറ്റ് ഈ വ്യക്തിയിൽ പ്രവർത്തിക്കും. അത് ബന്ധിക്കപ്പെടണം, അത് ശരിക്കും പൂട്ടപ്പെടണം. പൂട്ടിയില്ലെങ്കിൽ ഈ തിന്മയുടെ അരൂപി ആ വ്യക്തിയെ ജീവിതത്തെ നശിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് മക്കളെ ഇത്തരം തിന്മയുടെ ആത്മാക്കൾ, അന്ധകാര ശക്തികൾ ശരിക്കും ബാധിച്ച് തകർക്കുന്നത് കാണാൻ പറ്റും.
അപ്പോൾ ഇവിടെയാണ് വചനം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു, ദുഷ്ടൻ അവനെ തൊടില്ല. അവിടെ ദൈവത്തിൽ ജനിച്ച, അത് ആത്മാവിൽ ജനിച്ച ഒരു വ്യക്തിയായിരിക്കണം, അഭിഷേകം കിട്ടിയ വ്യക്തിയായിരിക്കണം, പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞ വ്യക്തി. പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ തൊടാതിരിക്കുകയുള്ളൂ. അല്ലാതെ എങ്ങനെ പോകുന്ന വ്യക്തിയിലാണ് തിന്മയുടെ അരൂപി കയറി അടിക്കുന്നത് കാണാൻ പറ്റും. ഇന്ന് കേരളത്തിലും ലോകത്തും നമുക്ക് ഒരുപാട് ധനവാന്മാരായ ആളുകളിന്ന് തകർന്നുകൊണ്ടിരിക്കുക. വലിയ ബിസിനസ്സുകാരുടെയൊക്കെ ചുവടുന്ന് ഇളകിക്കൊണ്ടിരിക്കുക. അവരുടെ കുടുംബങ്ങളും പ്രശ്നം, ബിസിനസ് സ്ഥലത്തും പ്രശ്നം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ശരിക്കും വിഷമിക്കുന്ന വ്യക്തികളും. ഒരിക്കലൊരു മനുഷ്യൻ, ആള് വലിയൊരു ഉന്നതനായൊരു വ്യക്തിയാണ്, സമൂഹത്തിലെ വളരെ പേര് കേട്ട വലിയ ഉയർന്ന വ്യക്തിയാണ്. പക്ഷേ ആളുടെ കുടുംബം തകർന്നു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് വലിയൊരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇദ്ദേഹം തമ്മിൽ പ്രശ്നം, ഒരു സ്വസ്ഥതയില്ല. വൈകുന്നേരം വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുപ്പി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയും മനുഷ്യൻ. പക്ഷെ ആളുകളുടെ ഇടയിൽ ആൾ വലിയ VIP ആണ്, വലിയ മീറ്റിങ്ങുകളും പരിപാടികളിലും എല്ലാത്തിനും മുൻപന്തി നിൽക്കുക. പക്ഷേ ജീവിതം മുഴുവൻ തീർന്ന് തരിപ്പണായി. അദ്ദേഹം ശരിക്കും സൂയിസൈഡ് ചെയ്യാൻ പോലും അദ്ദേഹം ചിന്തിച്ചു. അതുപോലത്തെ മദ്യം കയറി, നിരാശ കയറി, എല്ലാം. എന്നാൽ സമൂഹത്തിൽ നല്ല പേരും പെരുമയും പ്രശസ്തിയുണ്ട്. ശരിക്കും ആ ആളെ എൻ്റെ അടുത്ത് ഇവർ കൊണ്ടുവരുമ്പോൾ കാണുമ്പോഴറിയാം ആ തിന്മയുടെ ഒരു ശക്തി കയറി പിടിച്ചിരിക്കുക. അതിൻ്റെ കാരണം ഇവർ അഭിഷേകത്തിൽ വന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് വന്നിട്ടില്ല. പ്രാർത്ഥിക്കാനോ ധ്യാനിക്കാനോ സ്തുതിക്കാനോ ദൈവത്തെ വിളിക്കാനോ ഈശോയോട് ചേർന്നിരിക്കാനോ വചനാധിഷ്ഠ ജീവിതത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ആത്മാവിൻ്റെ നിറവ്, ദൈവത്തിൻ്റെ പെന്തക്കോസ്ത് അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, ആത്മാവിൻ്റെ സ്നാനം അത് ശരിക്കും കിട്ടിയിട്ടില്ല. ആ ആത്മാവിൻ്റെ സ്നാനം കിട്ടി, ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിയിരുന്നെങ്കിൽ ഈ തിന്മയുടെ ശക്തി തൊടില്ല. ശരിക്കും പരിശുദ്ധാത്മാ അഭിഷേകം നമ്മൾ നിറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്കിട്ട് അടി കിട്ടും. എവിടെയായിരുന്നാലും തിന്മയുടെ അരൂപി നമ്മളെ കയറി ആഞ്ഞടിക്കും. നമ്മൾ എത്ര കഴിവുണ്ടെങ്കിലും, നമ്മൾ എന്തെല്ലാം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മ സ്നാനം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിട്ട് കയറി അന്ധകാര ശക്തിയിൽ കയറി ആഞ്ഞടിക്കും. ആണ് ഈ വചനം പറയുന്നത്, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ഉണ്ടോ? ലോകം മുഴുവൻ. അപ്പോൾ ഈ ലോകം മുഴുവൻ ഈ തിന്മയുടെ വലയമുണ്ട്, ഈ ശക്തി അരൂപിയാണ്. ഈ അരൂപിയെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ അരൂപിയിൽ വളരണം. നമ്മളിലെ അരൂപി പരിശുദ്ധാത്മ അഭിഷേകം നമ്മൾ വളർന്ന് ശക്തിപ്പെട്ട് നിൽക്കണം. ശക്തിപ്പെട്ട് നിന്നില്ല എങ്കിൽ ഈ സ്പിരിറ്റുകൾ, ഈ ശക്തികൾ നമ്മളെ കയറി ആഞ്ഞടിക്കും. അതാണ് ഈശോ 40 രാവും 40 പകലും ഈശോ മരുഭൂമിയിൽ പോയി ഉപവസിച്ച് ആത്മാവിൽ ശക്തിപ്പെടുന്ന കാണാൻ പറ്റും. ഉപവാസം പ്രാർത്ഥന കൊണ്ട് ഈശോ ആത്മാവിൽ ശക്തിപ്പെടുക. അപ്പോഴാണ് തിന്മയുടെ ശക്തി ആട്ടി ഓടിക്കാൻ പറ്റുക. ഇത് അരൂപിയുടെയാണ്. അപ്പം നമ്മളിലും അരൂപി നിറയുക എന്നുള്ളത്, പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞ് ശക്തിപ്പെട്ട് അഭിഷേകം നമ്മൾ നിറഞ്ഞ് കവിഞ്ഞ് നിന്നില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അരൂപികൾ നമ്മളെ കയറി ഉപദ്രവിക്കും. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. ഇന്ന് ഒത്തിരിയേറെ ആളുകൾ അവർക്കത് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അന്ധത ബാധിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആത്മാഭിഷേകം ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം ബൗദ്ധികമായിട്ടും നാച്ചുറലായിട്ടും അത് സിറ്റുവേഷനായിട്ടും സാഹചര്യമായിട്ടും അതുകൊണ്ട് സംഭവിച്ചു, ഇതുകൊണ്ട് സംഭവിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറി. കാരണം നമുക്ക് ആത്മാവിൽ നിറഞ്ഞിട്ടില്ല, നമ്മൾ ഈശോയിലോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഈശോയോട് അടുത്ത്, ഈശോയോട് ചേർന്നിട്ട് ഈശോയുടെ ആത്മാവ് നമ്മളിൽ നിറയാനായിട്ട് നമ്മൾ തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ നമ്മുടെ ആത്മാവ് ശക്തിപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഈ അന്ധകാര ശക്തികൾക്ക് നമ്മുടെ മേൽ യാതൊരു ആധിപത്യം ഉണ്ടാകാൻ പറ്റില്ല. അതുകൊണ്ട് പൗലോസ്ലീഹയൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ, പത്രോസ്ലീഹയൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഒരു വലിയൊരു സംഭവമുണ്ട്. അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതലുള്ള വചനം. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു പോകുന്നിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 5:15 പറയും, രോഗികളെ തെരുവീഥികളിൽ അവർ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന് നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. ശരിക്കും എന്താണ് സംഭവിച്ചത്? പത്രോസിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളർന്ന് പത്രോസിൽ ആത്മാവ് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് വേറൊരു തിന്മയുടെ അരൂപിക്ക് ഇവനെ തൊടാൻ പറ്റത്തില്ല. മാത്രമല്ല ഇവൻ നിൽക്കുമ്പോൾ ഇവൻ്റെ തിന്മയുടെ അരൂപികൾ ഓടി മാറുക. അപ്പോൾ ആരെല്ലാം തിന്മയുടെ അരൂപികളുണ്ട് അവരെല്ലാം അലറി നിലവിളിച്ച് ഓടുന്ന കാണാൻ പറ്റും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിൽ പരിശുദ്ധാത്മാവ് ശക്തിപ്പെട്ടിരിക്കുക. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിറഞ്ഞ് കവിഞ്ഞ് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആണ് പൗലോസ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ഈ ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. അപ്പോൾ ഈ ശക്തി വലയം, അപ്പോൾ നമുക്കവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ, നമ്മളെ തിന്മയുടെ അരൂപി തൊടാതിരിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിൽ നിറയാനായിട്ട് തയ്യാറാകുക. ഇനി ആത്മാവിൽ എങ്ങനെ നിറയാൻ പറ്റും? ആത്മാവിൽ നിറയാനുള്ള വഴികൾ,
ഒന്ന് നമ്മൾ വചനം വായിച്ച് വചനം ഈശോയെ ധ്യാനിച്ച് ഈശോ നമ്മുടെ ഹൃദയം സംഗ്രഹിക്കുക. അത് ലൂക്ക 2:19 ലൂക്ക 2:51 പറഞ്ഞ പോലെ മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായിട്ട് ചിന്തിക്കുക. അപ്പം ദൈവം വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അതിനാണ് സങ്കീർത്തനം 119:11 വചനം പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. അപ്പോൾ ഈ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്, അവിടെ ശക്തിപ്പെട്ടു നിൽക്കുകയാണ്. അപ്പോൾ അഭിഷേകം അപ്പം വചനം വായിച്ച് വചനം സ്വീകരിച്ച് ഈശോയെ സ്വീകരിച്ച് ഈശോയോട് അന്ന് നിറയുകയാണ് സഭയോട്. അത് രണ്ടാമത് അതുപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാനയുടെ ജീവിതം. ദിവ്യ ബലിയിൽ അനുദിനം പങ്കെടുത്ത് കഴിയുമ്പോൾ അതും വെറുതെ പോയിട്ട് ചടങ്ങാകരുത്, ഇത് കലാപരിപാടിയാകരുത്. ഒരു കർമ്മം പൂർത്തീകരിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ പോയി അവിടെ നടക്കുന്ന സംഭവങ്ങൾ ധ്യാനിക്കണം. ശരിക്കും ബലിപീഠത്തിൽ നമ്മുടെ കർത്താവിൻ്റെ കുരിശ് മരണം നടക്കുന്നു, കാൽവരി ബലി നടക്കുന്നു, രക്തം ചിന്തൽ നടത്തപ്പെടുന്നു, ഈശ്വരൻ്റെ മരണം നടക്കുന്നു, ഈശ്വര ഉത്ഥാനം നടക്കുന്നു. ഇത് സഭയുടെ അനുഭവം. 2000 വർഷമായിട്ട് സഭ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈശോ മിശിഹായുടെ പീഡാസകനം, കുരിശ് മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. ഇതെല്ലാം ബലിപീഠത്തിൽ സംഭവിക്കുക. അത് ഞാൻ ധ്യാനിക്കണം. ഞാൻ വെറുതെ ഞാൻ ഇവിടെ പോയി ഇരുന്നിട്ട് കാര്യമില്ല, ശരിക്കും ഞാൻ ധ്യാനിച്ച് അങ്ങനെ വേണം ഈശോയെ സ്വീകരിക്കുക. അപ്പോഴും എനിക്ക് ഈ ആത്മാവിൻ്റെ അഭിഷേകം എന്നിലേക്ക് ഒഴുകപ്പെടുക. അത് ശക്തമായിട്ട് ഓരോ കൂദാശകളിലും, പ്രത്യേകിച്ച് കുമ്പസാരം, കുർബാന, അതാണ് നമ്മൾ അനുദിനം നമ്മൾ കൂടെ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അത് വളരെ വിശ്വാസത്തോടെ വളരെ ആത്മാർത്ഥതയോടെ നാം സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് ഈ ആത്മാവിൻ്റെ ശക്തി വരിക. അപ്പോൾ നമ്മളിൽ ഇതുപോലെ ഈശോയിൽ നിറഞ്ഞ പോലെ നമ്മളിൽ ആത്മാവ് നിറഞ്ഞ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, മോശയിൽ നിറഞ്ഞ അതേ ആത്മാവ്, അതുപോലെ എലീശയിൽ നിറഞ്ഞ ആത്മാവ്, അത് ജോഷുവയിൽ നിറഞ്ഞ ആത്മാവ്, എലിയ പ്രവാചകളിൽ നിറഞ്ഞ ആത്മാവ്, ഈ ആത്മാവ് നമ്മൾ നിറഞ്ഞു നിൽക്കാനായിട്ട് അതാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അതിനുള്ള വഴി ഈശോയിലേക്ക് അടുക്കുക എന്നുള്ളത്. ഈശോയെ രക്ഷകനും കർത്താവുമായിട്ട് ഏറ്റുപറയും. റോമാലേഖനം 10:9 പറഞ്ഞ പോലെ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും. ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ യേശുവിൽ ഉറച്ചു വിശ്വസിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ അഭിഷേകം കിട്ടുക. യേശുവിനെ ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് ഈ അനുഗ്രഹം കിട്ടാൻ പോകും. അതുകൊണ്ട് ഇന്നത്തെ ഈ ആരാധന സമയത്ത് വലിയ മിറക്കിളുകൾ, വലിയ അത്ഭുതങ്ങൾ, വലിയ സൗഖ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ വേണ്ടി നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിൽ അങ്ങ് ഭരമേൽപ്പിച്ചു കൊടുക്കാം, മൊത്തത്തോടെ അങ്ങ് കൊടുക്കാം. ഈ ആരാധന സമയത്ത് നമ്മുടെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഒരു പുതിയൊരു ജീവിതം നമ്മൾ ആരംഭിക്കുക, വിശുദ്ധിയുടെ വഴിയിലൂടെ പോകുക, യേശുവിൽ ഉറച്ചു വിശ്വസിക്കുക. അന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വചനം കേൾക്കണം, കൂടെ വചനം കേൾക്കുക, വചന ശുശ്രൂഷകൾ, ധ്യാനങ്ങളൊക്കെ പങ്കെടുക്കുക. സത്യാത്മാവ് വന്നിട്ട് നമ്മളിൽ വന്ന് നിറഞ്ഞ് കവിയാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിലെ ബന്ധന വഴിയെന്ന് മാത്രമല്ല, നമ്മുടെ അടുക്കലേക്ക് തിന്മയുടെ അരൂപികൾക്ക് വരാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. തിന്മയുടെ നമ്മൾ തൊടുകയില്ല, ദുഷ്ടൻ അവനെ തൊടുകയില്ല, ദുഷ്ടൻ ഒരു കാരണവശാലും തൊടില്ല. പക്ഷേ അല്ലാത്തവർ കയറി തിന്മയുടെ അരൂപികൾ കയറി ആഞ്ഞടിക്കും. അതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ലോകത്ത് കാണുന്ന ചില സംഭവങ്ങളൊക്കെ. ഈ ലോകത്തിലുള്ള പല സംഭവങ്ങളും തിന്മയുടെ അന്ധകാര ശക്തികളെ ആഞ്ഞടിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ആയിരിക്കണം. ക്രിസ്തുവിൽ നിറഞ്ഞ അതേ ആത്മാവ് തന്നെ, അതേ അരൂപി നമ്മൾ നിറയുമ്പോഴാണ് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ ഒഴുകുക. അതാണ് പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിന് വെളിയിൽ പോകരുത്. അതിന് കാരണം ഇതാണ്, പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറയാതെ പുറത്തിറങ്ങിയാൽ ആ തിന്മയുടെ അരൂപി നിങ്ങളെ കീഴ്പ്പെടുത്തും, ഉറപ്പാണ്. അതാണ് 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ ശക്തനായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് ലോകത്തുള്ളതിനെ ശക്തി, അപ്പോൾ നിങ്ങൾക്ക് ശക്തി കൂടുതൽ വേണം. ശക്തി കൂടുതൽ, അത് ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിന്മയുടെ അരൂപികളെ നമുക്ക് കീഴ്പ്പെടുത്താനായിട്ടോ തോൽപ്പിക്കാനായിട്ടോ പറ്റുകയുള്ളൂ. അതുതന്നെയാണ് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ്, കാരണം ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് 1 യോഹന്നാൻ 2:14 വചനമാണ്. യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണോ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് നിറയണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണം. അപ്പോൾ അത് നിറഞ്ഞു നിന്നാൽ തിന്മയുടെ ശക്തികൾക്ക് നമ്മളെ ആരും തൊടാൻ പറ്റില്ല. മാത്രമല്ല തിന്മയുടെ ശക്തികൾ നമ്മളെ കാണുമ്പോൾ ഓട്ടും. അപ്പോഴാണ് നമ്മൾ ഈ അഭിഷേകം കിട്ടിയ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയാൽ ആ സ്ഥലത്തിലെ ബന്ധന വഴി, ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ വീട്ടിലെ ബന്ധന വഴി, നമ്മൾ രോഗികളുടെ കൈകൾ വെച്ചാൽ രോഗികൾ സുഖം പ്രാപിക്കും.
പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകും. അവർക്കെല്ലാം അവരിലുള്ള അന്ധകാര ശക്തികൾ വിട്ടുപോകും. അപ്പോൾ ഇത് വിട്ടുപോകണം, നമ്മൾക്ക് പരിശുദ്ധാത്മ അഭിഷേകം കൂടണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ആരാധന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ കൂട്ടായ്മയിലേക്ക് നമ്മിലേക്ക് ചൊരിയപ്പെടാൻ നമുക്ക് കണ്ണുനീരോടെ വളരെ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ വരാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യമുള്ളൂ, നമ്മൾ യേശുവിൽ ആയിരിക്കണം. യേശു മാത്രമായിരിക്കണം നിൻ്റെ ദൈവം, യേശു മാത്രമായിരിക്കണം നിൻ്റെ കർത്താവ്. യേശു നിനക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത് എന്ന് നിനക്ക് തികഞ്ഞ ബോധ്യം ഉണ്ടായിരിക്കണം. സഭയെ നീ സ്നേഹിക്കണം, ക്രിസ്തുവിനെ സ്നേഹിക്കണം. എന്നിട്ട് നീ കർത്താവിനെ സ്തുതിക്കണം. അപ്പോൾ നിനക്ക് ഈ ആത്മാവിൻ്റെ ശക്തി നിനക്ക് ലഭിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ ആരാധന സമയത്ത് ഇത് പങ്കെടുക്കുന്ന മുഴുവൻ മക്കൾക്കും സൗഖ്യവും വിടുതലും ലഭിക്കും എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ആമേൻ. സങ്കീർത്തനം 34:18-19. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. ദൈവമേ, അസംഖ്യം സഹനങ്ങളും തകർച്ചകളും പീഡനങ്ങളും അനുഭവിക്കുന്ന കർത്താവ് അങ്ങനെ ആശ്രയിക്കുന്നു. നമ്മുടെ വേദനകൾ അങ്ങയോടല്ലാതെ മറ്റവരോടാണ് നിങ്ങൾ പറയുന്നത്. മനമുരുകി പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ബന്ധിക്കുന്ന യേശുനാമത്തിൽ. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും കുടുംബത്തിലുള്ള കെട്ടഴിയട്ടെ, സാത്താന്റെ കെട്ടഴിഞ്ഞു പോട്ടെ, പൈശാചിക ബന്ധനം അഴിയട്ടെ. യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം വരട്ടെ, പരിശുദ്ധാത്മാവേ നിറയണം. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൽ നിന്ന് ഓരോ മകന്റെയും മകളുടെ ജീവിതത്തിലേക്ക് കൃപയായിട്ട് ഇറങ്ങിച്ചെല്ലണമേ, സൗഖ്യമായിട്ട് കടന്നു. ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ, വിവാഹത്തെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. വിശുദ്ധരായ മാതാപിതാക്കളെ വിശുദ്ധിയിലേക്ക് എല്ലാ മാതാപിതാക്കളെ ഉയർത്തണമേ. വിശുദ്ധിയിലേക്ക് വരാനുള്ള, വിശ്വാസത്തിലേക്ക് വരാനുള്ള വരം എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും നൽകണമേ. എല്ലാ മക്കളും അദൃശ്യനായ അങ്ങയെ കണ്ട് അനുഭവിക്കാൻ ഇടപെടുത്തണമേ. തടസ്സം അടിയട്ടെ. ഈ മക്കളുടെ കുടുംബങ്ങൾ തകർക്കുന്ന സാത്താന്റെ അരുവികൾ കൽപ്പിക്കുന്നത് നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ബൈൻഡ് ആൻഡ് കാസ്റ്റ് ഔട്ട്. നാമത്തെ ബന്ധിച്ച് പുറത്താക്കുന്നു. കെട്ടഴിഞ്ഞു പോകട്ടെ, തടസ്സം അടിയട്ടെ. സാത്താന്റെ കെട്ടഴിഞ്ഞു പോകട്ടെ, ചങ്ങലകൾ പൊട്ടി പോകട്ടെ. രോഗങ്ങളെ ബന്ധിക്കുന്ന നാമത്തിന്, സാത്താന്റെ ശക്തികൾ ബന്ധിക്കുന്നു, പാപശക്തികൾ ബന്ധിക്കുന്നു, തടസ്സങ്ങളെ ബന്ധിക്കുന്നു, അസ്വസ്ഥതകളെ ബന്ധിക്കുന്നു, എല്ലാം ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ, യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ. കർത്താവിനെ ആരാധിക്കുക. ഈ സമയത്ത് വിഷയം കിട്ടുന്നു. ഒന്ന് ആരാധിക്കട്ടെ, നിൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. അനുഗ്രഹം വ്യാപരിക്കട്ടെ, എല്ലാ മക്കൾക്കും കിട്ടട്ടെ. എൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. ശക്തി, ശക്തി, പവർ, പവർ, പവർ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. കർത്താവേ, ജീവന്റെ നാഥനാമേശുവേ, എന്റെ തമ്പുരാനേ, അനുഗ്രഹം അനുഗ്രഹം വ്യാപിക്കട്ടെ. ഉത്ഥാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകം നിറയട്ടെ എല്ലാ മക്കളുടെ മേലും. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ലോകം മുഴുവന്റെ മേലും കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഉത്ഥാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകത്തിന് മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പവർ, പവർ, അഭിഷേകം വ്യാപരിക്കട്ടെ. തടസ്സങ്ങൾ മുഴുവൻ നീങ്ങി പോകട്ടെ. ഓടിക്കണക്കിന്